ആക്ച്വലി മനസ്സെന്നുള്ളത് പോലെ കോംപ്ലിക്കേറ്റഡായ വേറൊരു സാധനം ഇല്ല. നമുക്ക് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ബട്ട് മൈൻഡ് അങ്ങനെയല്ല. ലാസ്റ്റ് വീക്ക് എൻ്റെ അടുത്തൊരു കേസ് വന്നായിരുന്നു. ഒരു യങ് മാൻ, ആക്ച്വലി പുള്ളിയുടെ ഫ്രണ്ടാണ് പുള്ളി അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പറയുന്നത് പുള്ളിക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു, മരിച്ചവരോട് സംസാരിക്കാൻ പറ്റുന്നു, അങ്ങനെയാണ്. ബട്ട് ഇതൊരു സ്ട്രേഞ്ച് തിങ് ആണ്. നമുക്കിതിനറിയാത്തത് കൊണ്ട് നമ്മളിതിനെ ചിത്തഭ്രമം, ഭ്രാന്ത് എന്നൊക്കെ പറയും. ബട്ട് സൈക്കാട്രിയിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ நீ என்ன பண்ணுறடா? நீயா? காலேஜ் ஃபேஸ் வரப்போகுதுல்ல, அதான் நம்ம சைட்லேருந்து ஏதாவது பிசரை கிளப்புற மாதிரி பண்ண வேணாமா? அதனால தான் நல்ல ஒரு டியூட்டோரியல் தேடிக்கிட்டு இருக்கு. நீ டான்ஸ் ஆட போகிறையா? அந்த கொடுமையெல்லாம் நான் எப்படி பார்ப்பேன்டா? நீ வேணா பாரு, இந்த காலேஜ் அதிரும். நீ நடக்க போகுது ஏதாவது சொல்லு. நேற்று அஸ்லான் தற்கொலை பண்ண பார்த்தான். இப்போ வெண்டிலேட்டரில் இருக்காவ. கொஞ்சம் கிரிட்டிக்கல் ஸ்டேஜ் தான் டாக்டர் சொல்கிறாங்க. எந்த அஸ்லாம்? நம்ம காலேஜா? நம்ம காலேஜ் இல்லை, கேஎன்பி லோ காலேஜ் படிக்கிற அஸ்லாம். நம்ம கூட தண்ணி அடிக்க வரும்ல, அந்த பையன். அவ எதுக்கு தற்கொலை பண்ணா? எல்லாம் காதல் தான் மச்சா. அவள் ஒரு பொண்ணை காதலிச்சான். அவளுக்கு வேண்டி எவ்வளவோ பண்ண அவனோட அப்பா ஆப்ரேஷனுக்கு வச்சுருந்த காசை வச்சு அவளுக்கு ஸ்கூட்டி எடுத்து கொடுத்தா. டெய்லி நெட் ரீசார்ஜ், சண்டே ஷாப்பிங், ஹேங் அவுட், வேலண்டைன்ஸ் டேக்கு கிஃப்ட், தீபாவளிக்கு ஸ்வீட்ஸ், பொங்கலுக்கு பாயசம், இண்டிபெண்டன்ஸ் டேக்கு காஞ்சிபுரம் பட்டு சாரி, இப்படி எவ்வளவோ. கடைசியில் அவனை நைஸாக கழட்டி விட்டுட்டா. பாவா இப்போ வெண்டிலேட்டரில் இருக்கா. அதனால தான் காதலிக்கும் போது உஷாராக இருக்கணும் நண்பா. இதெல்லாம் உனக்கு ஒரு பாடம் மாதிரி. நம்ம எல்லாம் யார்டா காதலிக்க போகிறா? உன்னெல்லாம் தானே காதலிக்க பொண்ணுங்க வரிசையெல்லாம் நிற்கிறாங்க. நீ இந்த பேக் எடுத்துகிட்டு எங்கே போகிற? என் ஊருக்கு போகிறேன். உனக்கு அதுக்கு ஊரில் இருக்கா? என் ரூமோட சாவி நீ வச்சுக்கோ. நாளைக்கு கொடுக்க வேண்டிய ஃபைல்ஸ் எல்லாம் கம்ப்யூட்டரில் இருக்குது. அது உனக்கு நேரம் கிடைக்கும்போது போய் மெயில் அனுப்பிடு. சரி, நீ போயிட்டு வா. ഹാപ്പി ജേണി. ഓരോ യാത്രകൾക്കും ഒരു കഥ പറയാനുണ്ടാകും. എന്തിനധികം പറയുന്നു, ഇന്നലകളിൽ ജീവിച്ച് ഇന്നിൽ തുടർന്ന് എന്തെന്നറിയാതെ നാളെയിലേക്ക് നീങ്ങുന്ന ജീവിതം പോലും ഒരു യാത്രയല്ലേ? ഇടയിൽ എപ്പോഴോ പൂർത്തിയാക്കാൻ മറന്ന ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള യാത്ര. അത് അത്ര എളുപ്പമല്ല. ഇന്നലകളിലേക്ക് മടങ്ങേണ്ടി വരും. മറന്നു തുടങ്ങിയവയെ ഓർത്തെടുക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ കണ്ടുമുട്ടില്ലെന്ന് ചൊല്ലി മടക്കി അയച്ച ഭൂതകാലത്തിൽ ഒരിക്കൽ കൂടി പുനർജനിക്കണം. ഉള്ളിൽ ഉറങ്ങിയവയെ ഉണർത്തണം. എൻ്റെ യാത്രയും അങ്ങനെയൊന്നാണ്. വേണ്ടത് ഒരു ഉത്തരമാണ്, പക്ഷേ പിന്നിടേണ്ട വഴി. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കണം.
അല്ല, നികിത വാര്യർ. ആ, NIKITHA. നികിത വാര്യർ. ആ, വാര്യറിന് 2 ആറും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം എയർ ചെയ്തപ്പോഴും NIKITA ആയിരുന്നു. വൈ ഡു യു ഗൈസ് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ട്വൈസ്? ഇത്ര നാളായിട്ട് എൻ്റെ പേരറിയില്ല. നികിത വാര്യർ. ഓക്കെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഡാ, എൻ്റെ സ്പെല്ലിംഗ് NIKITHA ആണ്. ആദ്യം പോയി സ്പെല്ലിംഗ് പഠിച്ചിട്ട് വാ. ജനുവരിയിൽ പുതുമഴയായി പെയ്യുന്നു. നിൻമിഴികൾ അറിയാതെ എൻ ഹൃദയം ഉണരുന്നു. എൻ ജീവൻ നെഞ്ചിൽ അറിയാതെ പൊഴിയുന്നു. നീ അകലുമ്പോൾ എന്നുയരം എന്നിൽ നിന്നും മറയുന്നു. ഓ എന്നുയിരേ, നീ എന്തേ ഒരു നോക്കു പോലും തരാതെ പോയിടുന്നുവോ? എന്നഴകേ, നീ എവിടെ? എൻ ജീവനോട് ചേർന്ന മായ മന്ത്രമായി മാറി. എന്നുയിരേ, നീ എന്തേ ഒരു നോക്ക് പോലും തരാതെ പോയിടുന്നുവോ? എന്നഴകേ, നീ എവിടെ? എൻ ജീവനോട് ചേർന്ന മായ മന്ത്രമായി മാറി. നീ ജനുവരിയിൽ പുതുമഴയായി പെയ്യുന്നു. നിൻമിഴികൾ അറിയാതെ എൻ ഹൃദയം കവരുന്നു. എൻ ജീവൻ നെഞ്ചിൽ അറിയാതെ ഒഴിയുന്നു. നീ അകലുമ്പോൾ എന്നേരം എന്നിൽ നിന്നും മറയുന്നു. നഷ്ടപ്രണയം അതെന്നും ഒരു നൊസ്റ്റാൾജിയയാണ്. ഒരിക്കൽ ആവേശത്തോടു കൂടി സ്വന്തമാക്കാൻ കൊതിച്ചത് കൈവിട്ടു പോയിട്ടും ഓർമ്മകളായി അവ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരായിരിക്കും. പറയാതെ പോയതും അറിയാതെ പോയതും നേടിയതും നഷ്ടപ്പെടുത്തിയതുമെല്ലാം അതിലുണ്ടാവും. പറയാതെ പോയവർ പറയാമായിരുന്നു എന്നെങ്കിലും എന്നോർക്കുമ്പോൾ അറിയാതെ പോയവർക്ക് തെല്ലും കുറ്റബോധമാണുള്ളിൽ. നേടിയെടുത്തവർ വീണ്ടും പ്രണയിക്കുന്നു, പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. നഷ്ടപ്പെടുത്തിയവർ എന്നെപ്പോലെ. ആ, ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണോ?
നാടെവിടെയാണ്? മധുരൈ. പിണങ്ങിയാണോ വന്നത്? അല്ല, ഈ ബാഗൊക്കെ കണ്ടപ്പോൾ വീട് വിട്ട് ഇറങ്ങി വന്നതുപോലെ തോന്നി. എനിക്കാണെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാരോട് പലതും പറഞ്ഞിവിടെ ഇരിക്കും. പിന്നെ അന്നത്തെ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം. അന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ കഥ പറഞ്ഞു തരാം, കേൾക്കുമോ? എൻ്റെ കൊച്ചുനാളിലുള്ള കഥയാണ്. ഹായ്, അമ്മയെ കണ്ടിട്ടില്ല. അച്ഛനുണ്ടായിരുന്നു, അച്ഛനും പോയി. പിന്നെ അന്നത്തെ കാലത്തൊക്കെ അമ്മാവന്മാരായിരുന്നു ഭരണം. അമ്മാവന്മാരുടെ കീഴിലേക്കാണ് ജീവിക്കേണ്ടത്. ആ കൂട്ടത്തിലാണ് ഞാനും പെട്ടത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് 3 സഹോദരന്മാരുണ്ട്. അതിൽ ഇളയയാൾ വലിയ ക്രൂരനാണ്. അയാൾ പട്ടാളക്കാരനാണ്. അയാൾക്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും തല്ലണം. അതിന് കിട്ടിയത് എന്നെയാണ്. അയാൾ തല്ലാൻ തുടങ്ങി. ഇരുന്നാൽ കേൾക്കും ഇതെന്താ ഇരിക്കുന്നതെന്ന്. എണീറ്റ് നിന്നാൽ എന്താടാ എണീറ്റതെന്ന് കേൾക്കും. ഇയാളെ കണ്ട് പേടിച്ച് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചാൽ നീ എവിടെ പോയി എന്ന് കേൾക്കും. അതിനടി അടിയെന്ന് വെച്ചാൽ എൻ്റെ 2 തുടയും പൊട്ടി ചോര വന്നിട്ടുണ്ട്. അടി പിന്നെ അങ്ങനെ അടി കൊണ്ട് വന്നങ്ങ് ശീലമായിപ്പോയി. പിന്നെ അത്രയ്ക്കത്ര തന്നെയെന്ന് വിചാരിക്കും. നേരെ ചൊവ്വേ വെള്ളമില്ല, ആഹാരം തരില്ല. പിന്നെ വിശന്നെന്തെങ്കിലും വരുമ്പോൾ അവിടെ ഒരു തെരുവുണ്ട്, വാണിയന്മാരുടെ. ആ തെരുവിൽ ചെന്ന് ഈ തേങ്ങാവെള്ളം അവർ പൊട്ടിക്കും. അത് മേടിച്ചും കുടിച്ചുമാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയത്. പിന്നെ അവിടെ നിന്നാണ് ചേച്ചി കല്യാണം കഴിഞ്ഞിങ്ങി പോന്നപ്പോൾ അവരുടെ കൂടെ ഇങ്ങി പോന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ആദ്യമായിട്ട് കാലുകുത്തി. അന്ന് ഏതാണ്ടൊക്കെ ഒരു 12-13 വയസ്സേ വരുള്ളൂ. പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ കണക്ക് പടയെ പേടിച്ച് പന്തളത്ത് പോയതുപോലെ ആയി. അടിയെ പേടിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ അതിനേക്കാളപ്പുറം ഇവിടെയും അടി തുടങ്ങി. അങ്ങനെ ഞാൻ ഏതാണ്ടൊക്കെ 10-16 വയസ്സായപ്പം പിന്നെ അടി അവരങ്ങ് നിർത്തി. പിന്നെ കൂട്ടുകാരുമായിട്ട് അങ്ങ് നീക്കം തുടങ്ങി. അങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് നടന്നു. അന്ന് പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാമൊന്നുമില്ലല്ലോ. അന്ന് ഇഷ്ടം പോലെയൊക്കെ അങ്ങ് ജീവിക്കുകയാണ്. ആ ജീവിതം പിന്നെ ഒടുക്കം ഒരുപാട് അനുഭവങ്ങളിലൂടെ എന്നെ കൊണ്ട് എത്തിച്ചു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്ന് നിൽക്കുന്ന നേരത്താണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. അന്ന് സുഖമായിട്ടങ്ങ് ജീവിച്ചു, പയ്യന്മാരുടെ കൂട്ടത്തിൽ ഒത്തുചേർന്ന്. അന്നാണ് വിമോചന സമരം ഉണ്ടായത്. വിമോചന സമരം ഉണ്ടായപ്പോൾ അന്ന് ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പൂജപ്പുര ഉണ്ണിയാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ. അയാളത്തിരി പ്രായമുണ്ടെങ്കിൽ പോലും അന്ന് അനിയനെ പോലെ എന്നെ കൊണ്ടു നടക്കുകയും അങ്ങനെ വിമോചന സമരത്തിൽ പങ്കെടുത്തു. അന്ന് കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യാൻ പോയി. പോലീസിൻ്റെ അടിയും കൊണ്ടുകൊണ്ട് അങ്ങ് ഓടി. പിന്നെ അങ്ങനെയൊക്കെ നടന്ന് അങ്ങ് കുറേ കാലമൊക്കെ നടന്ന് ഏതാണ്ട് 10-18 വയസ്സായപ്പം പ്രേമം തുടങ്ങി. പ്രേമം തുടങ്ങിയത് വേറെ ആരുമായിട്ടല്ല, സ്വന്തം അമ്മാവൻ്റെ മകളുമായിട്ടാണ്. പ്രേമത്തിലായി അങ്ങ് ജീവിച്ചു. അവർക്കാരുമില്ല. 5 പെൺമക്കളാണുള്ളത്. അതിൽ മൂത്തവളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോയി 3 മക്കളും ഉണ്ട്. അവരൊക്കെ ഇപ്പം വലിയ ആളുകൾ, മക്കളും മക്കളുടെ മക്കളുമൊക്കെ ആയി ജീവിക്കുന്നു. ഞാൻ ഒറ്റ. ആകാശവും ഭൂമിയും ഇത് രണ്ടുമേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ കഴിയാണ് ഇപ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും, ചിലപ്പോൾ സങ്കടം വരികയും ചെയ്യും. ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ എത്ര പേരാണോ അവരുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞിട്ട് പോകുന്നത്. ഞാനിതിവിടെ ഇരുന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരുന്ന് കാണും. ഞാൻ പക്ഷേ ഇന്നേ വരെ ഈ അമ്പലത്തിൽ പോയി തൊഴുതിട്ടില്ല.
ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലേ? ഉം. ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ശക്തി. ഭൂമിയും ജലവും വായുവും ആകാശവും അഗ്നിയും ഒക്കെ ദൈവമാണ്. ജീവനെ നിലനിർത്തുന്നതാണവ. അവിടെ ജാതിയില്ല, മതമില്ല. മതവും ജാതിയും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചു, അത്ര തന്നെ. ദൈവം എന്ന ഒരാളുണ്ട്. ആ ദൈവത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല. പ്രകൃതി, ഈ കാണുന്ന മരങ്ങളും പൂക്കളും നദികളും മലകളുമൊക്കെ എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവമാണ്. ഇതൊന്നുമില്ലാത്ത ഒരു പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ജ്യോതിഷം വിശ്വാസമാണോ? ഇല്ല. ജ്യോത്സ്യം പറഞ്ഞാൽ അതവൻ്റെ പിഴപ്പാണ്. അവർക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അവരത് പറയും, നിങ്ങൾ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോവല്ലേ, നിങ്ങളുടെ സമയദോഷമാണ് എന്നൊക്കെ പറയും. നമ്മൾ അത് വിശ്വസിക്കും. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കാല് തട്ടിയെങ്കിൽ, ഓ, സമയദോഷം കൊണ്ടാണ് കാല് തട്ടിയത്. എന്നാൽ നടന്നപ്പോൾ കാല് തട്ടിയതാ, അത് വിചാരിക്കില്ല. അങ്ങനെയുള്ളതുമുണ്ട്. പിന്നെ ദൈവമേ, നമ്മൾ നിന്ന് ദൈവത്തിനെ തൊഴും. അമ്പലങ്ങളിൽ പോവും, വലം വയ്ക്കും. അവിടെ അന്നേരം മറ്റവൻ പറയും, ഓ, ആ അമ്പലത്തിൽ പോയാൽ എല്ലാ കാര്യവും നടക്കും, ഭഗവാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറയും. ഒരു ദിവസം നിന്നപ്പോൾ കാണാം ഭഗവാൻ ഇല്ല. അതോടുകൂടി അടിച്ചുകൊണ്ട് പോയി. അതിനവരതി ഐതിഹ്യം പറയണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വിഗ്രഹം എടുക്കണമെങ്കിൽ ആ ദുഷ്ടജീവികൾക്കേ അത് പറ്റുള്ളൂ. ദുഷ്ടജീവികളെന്ന് വെച്ചാൽ അവർക്ക് ഈ കൃത്രിമമായിട്ട് ഈ ശക്തി അവർക്ക് കുറച്ച്, അവർ ഒരു തീണ്ടാ തുണികളും കൊണ്ട് അകത്ത് കയറുമ്പം ഭഗവാൻ അവിടുന്ന് ഓടിക്കളയും. അപ്പോഴേ ഈ ഭഗവാനെ എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഐതിഹ്യം പറയുന്നത്. അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ സ്വാഭാവികമാണ്. രാവുണ്ടെങ്കിൽ പകലുണ്ട്, പകലുണ്ടെങ്കിൽ രാവും ഉണ്ട്. ഇതേ ഉള്ളൂ പ്രകൃതി. എനിക്ക് ഈ ഐതിഹ്യങ്ങളിൽ തീരെ വിശ്വാസമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. കള്ളൻ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയത് അവൻ്റെ വയറ്റുപിഴപ്പിനാണ്. അവൻ ആ പിച്ചള വിഗ്രഹത്തിൻ്റെ ശക്തിയൊന്നും കുറച്ചിട്ടില്ല. അവനത് പുഷ്പം പോലെ അങ്ങ് എടുക്കാം. അപ്പോൾ ഈ ഐതിഹ്യങ്ങളിലൊക്കെ വെറുതെ അല്ലേ? മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലായോ? നിനക്കെല്ലാം മനസ്സിലായി. ഞാനിനി ഒരുപാട് പറയും. പറഞ്ഞാൽ പുള്ളയ്ക്കത് ഇഷ്ടപ്പെടില്ല. എണീറ്റ് പോടെ. ഞാൻ അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ, ഫോട്ടോ ഒക്കെ എടുക്കാം. ആ തൊപ്പി തരാമോ? ഓ, എങ്കിൽ എടുത്തോ. ഓ, കൊള്ളാം. ഓ ഓ ഓ ദൈവം, അതെനിക്കിപ്പോഴും ഒരു ചോദ്യമാണ്. വിശന്നപ്പോൾ അന്നം തന്നത് ദൈവം, വിശക്കുന്നവനെ സൃഷ്ടിച്ചതും ദൈവം. അങ്ങനെയെങ്കിൽ ദൈവം ശരിയോ അതോ തെറ്റോ? നല്ലവനോ അതോ നീചനോ? അറിയില്ല. ചിലർക്ക് ദൈവം ഒരു വിശ്വാസമാണ്, മറ്റു ചിലർക്കത് നുണയും. വിശ്വസിക്കുന്നവരത് സംരക്ഷിക്കുന്നു, അല്ലാത്തവർ പരിഹസിക്കുന്നു. എന്തുമായി കൊള്ളട്ടെ, എൻ്റെ ശരി ഞാനാണ്, എൻ്റെ തെറ്റും ഞാനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം അഹം ബ്രഹ്മാസ്മി. എവിടുന്ന്? ഞാൻ മധുരൈ.
ഇവിടെ എന്താ? ഒരാവശ്യത്തിനായി വന്നത്. ഏതുവരെ പഠിച്ചു? ഞാൻ BSc ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ അവിടെ കഴിക്കാൻ എന്താണോ? ഒരു ചായ. ഞാനും MSc വരെ പഠിച്ചു. കാര്യമൊന്നുമില്ല. പത്രത്തിൽ ഒരു വേക്കൻസി കണ്ടിട്ട് ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ഞാനിവിടുത്തുകാരനല്ല. രാവിലെ ജോലി എന്ന് പറഞ്ഞപ്പോൾ വേറൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങിറങ്ങി തിരിച്ചതാ. ഇവിടെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. കൈക്കൂലിയാണ് അവർ ചോദിച്ചത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ സാർ. MSc വരെ പഠിച്ചിട്ട് ഞാനിനി അലയാത്തൊരു കമ്പനിയില്ല. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിപ്പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത്. എന്നിട്ട് ഞാൻ ഒരിടത്തും എത്തിയില്ല. എൻ്റെ ബാല്യകാലം നല്ല രസമായിരുന്നു. എൻ്റെ അച്ഛൻ കർഷകനായിരുന്നു സാർ. എന്നെ വളരെ പ്രതീക്ഷയോടെയാണ് പഠിപ്പിച്ചത്. അവിടെ ഞങ്ങളെല്ലാവരും രാവിലെ എണീച്ച് സ്കൂളിൽ പോവും. അപ്പോൾ എൻ്റെ അച്ഛൻ പാടത്ത് പണിയെടുക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ബുദ്ധിമുട്ടിലും സന്തോഷത്തിൻ്റെ ഒരു കണികയുണ്ടായിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്കറിയാം, അവർ വിശന്ന് കിടന്നിട്ടും എന്നെ വിശപ്പറിയിക്കാതെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു. ഒരു കർഷക കുടുംബത്തിൽ നിന്നൊക്കെ നിങ്ങൾക്കറിയാൻ കഴിയും ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പഠിച്ച് എനിക്ക് MSc വരെ പഠിക്കാൻ പറ്റി. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇനി അലയാത്ത കമ്പനിയൊന്നുമില്ല. ചിലയിടത്ത് പോകുമ്പോൾ കൈക്കൂലി, ചിലയിടത്ത് പോകുമ്പോൾ നേരത്തെ മുൻപരിചയമുണ്ടോ? എല്ലാവരുടെയും ചോദ്യത്തിന് ഒരു കളിപ്പാവെ പോലെ ഇരുന്ന് ഞാൻ മടുത്തു. നിത്യച്ചെലവിന് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയുടെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു കറണ്ട് അടയ്ക്കാനോ വാട്ടർ ബില്ലിനോ അതിന് പോലുമുള്ള പൈസ എനിക്ക് കിട്ടുന്നില്ല. ഈ സമൂഹത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ പഠിച്ചിട്ട് എന്താണ്? ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന സ്ഥലം അങ്ങ് ദൂരെ നിന്നാണ്. അവളും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. അവൾ ചെറിയൊരു കടയിൽ അക്കൗണ്ടൻ്റായിട്ട് പോകുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനത്തിലാണ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. ഞാൻ രാവിലെ ആകുമ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിറങ്ങും. ഓരോരുത്തരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും. ഈ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞ്, അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ പേര് ഗോകുൽ. നല്ല പഠിക്കും. അവൻ വീഗാലാൻഡിൽ പോകണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നേ എക്സ്കർഷൻ. എൻ്റെ കുഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട്
അവനെ വിടാൻ പറ്റിയില്ല. അതിന് കൊടുക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലാതായി. എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയെ വിഷമിപ്പിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് ഒരു നല്ല കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ, അവൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എങ്കിലും ഞാൻ തളരില്ല. ഈ സമൂഹത്തിൽ നമ്മൾ എന്തിനാണ് സാർ ഈ വിദ്യാഭ്യാസ കച്ചവടവും ഈ അഴിമതിയും അക്രമവുമെല്ലാം? സാധാരണക്കാരൻ്റെ വേദന അറിയാൻ പറ്റുന്നില്ലല്ലോ സാർ ആർക്കും. അന്നൊക്കെയുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇനി ആരോടൊക്കെയാണ് സാർ ഞാൻ കൈ നീട്ടേണ്ടത്? ജീവിതത്തിൽ തോറ്റുപോകുമെന്നുള്ള പേടിയുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല. ഞാൻ എൻ്റെ ഈ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂടെ ബുദ്ധിമുട്ടിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് മനസ്സിൻ്റെ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്നത്. മനുഷ്യനായി പറന്നു പോയില്ലേ, ജീവിച്ചേ മതിയാവും. പക്ഷേ എവിടെയൊക്കെ കാല് വഴുതം പോലെ ഇനി മുട്ടാത്ത വാതിലുകളില്ല. രക്ഷപ്പെടും. എനിക്കും ഒരു സമയമുണ്ടാവും. പക്ഷേ അതെന്ന്, എവിടെ, എങ്ങനെ? എല്ലാവരുടെ മുമ്പിലും ഒരു കോമാളി വേഷം കെട്ടി ഇനി എത്ര കാലം? ചിലപ്പോഴൊക്കെ തോന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. അപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരുന്നത്. അവനെ ഉപേക്ഷിക്കാൻ വയ്യ സാർ. അതിനുള്ള ധൈര്യമില്ല. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായുള്ള പോരാട്ടം. എല്ലാവരും പോരാടുന്നു, ഞാനും. പക്ഷേ വിജയിക്കുന്നുവോ?
മുന്നിൽ ഉത്തരങ്ങൾ രണ്ടാണ്: ജയിക്കുക ഇല്ലെങ്കിൽ തോൽക്കുക. പക്ഷേ ബൈനറീസിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഈ ലോകത്തിൽ നാം ഒന്നിലധികം ഉത്തരങ്ങൾ കണ്ടെത്താറില്ലേ? എന്തിന്? ഫോർ എക്സിസ്റ്റൻസ്. തോറ്റുപോയവർ പിന്നെയും ശ്രമിക്കുന്നു, വിജയിച്ചവരോ നിലനിൽക്കാനും. എല്ലാം അതിജീവനം തന്നെയാണ്. വിജയം തോൽവിയെ അതിജീവിക്കുന്നു, നിലകൊള്ളുന്നു, ചിലപ്പോൾ തിരിച്ചു. അവിടെ ഭാഗ്യത്തെ നാം കാണുന്നു. ഇന്ന് തന്നെ തുണച്ചു, നാളെ ഇനി നിന്നോടൊപ്പമാകില്ലെന്ന് ആരു കണ്ടു? ഇതേ ഞാൻ വരച്ച പടങ്ങളാണ്. കഞ്ഞി കുടിച്ച് പോകണ്ടേ? എന്നെ കണ്ടാൽ തന്നെ ഏതോ ഭ്രാന്തനെന്നോ മദ്യപാനിയെന്നോ കഞ്ചാവലിക്കാരനെന്നോ ഒക്കെ ആളുകൾക്ക് തോന്നും. അതുകൊണ്ട് ആരും ഇതൊന്നും വാങ്ങിക്കുന്നില്ല. നമ്മൾ കലാകാരന്മാർ വെറും പാവങ്ങളാണ്. അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അവരുടെ മനസ്സ് മുഴുവനും ഭാവനകളാണ്. അവരെന്തൊക്കെയോ സ്വപ്നം കാണും. അവരത് ആലോചിച്ച് നടക്കും. സാധാരണ ആളുകൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ നോക്കുമ്പം നനയ്ക്കുന്നില്ല, കുളിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, അങ്ങനെ അങ്ങ് നടക്കുന്നു. അത് കാണുമ്പോൾ അവർക്കൊരു തരം വെറുപ്പാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ വെറും സ്വപ്നജീവികളാണ്. അവരുടെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ചില കലാകാരന്മാർ ഭ്രാന്തന്മാരായിട്ടും തീരുന്നു. ചിലർ നല്ല ഉന്നത നിലകളിലൊക്കെ എത്തണം. കാറ് വാങ്ങിക്കുന്നത്, നല്ല ഫ്ലാറ്റുകളും വീടുകളും പണിയണം, AC കാറ് വാങ്ങിക്കുന്നത്, സുഖിച്ച് ജീവിക്കണം. യഥാർത്ഥം പറഞ്ഞാൽ ഈ സ്വർഗവും നരകമൊക്കെ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. പണമൊക്കെ ഉള്ളവർ സ്വർഗത്തിൽ ജീവിക്കണം. നമ്മളെപ്പോലുള്ളവർ നനച്ച് കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് അങ്ങ് പോവും. സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് നരക തുല്യമാണ്. അവർക്ക് തിന്നാനും കുടിക്കാനും ഇല്ല, ഒന്ന് കിടക്കാനും ഇടമില്ല. ചിലർ കല്യാണം കഴിക്കാൻ പോലും മറന്നു. ഭാര്യയും കുട്ടികളും കുടുംബങ്ങളും വെറും ശല്യങ്ങളും. ഞങ്ങളെപ്പോലെ ചിന്തിച്ചൊക്കെ നടക്കുന്നവർക്ക് കുടുംബജീവിതമൊന്നും പറ്റൂല. ചില പെണ്ണുങ്ങളൊക്കെ വെറും സംശയജീവികളാണ്. അതുകൊണ്ട് കുടുംബജീവിതമൊക്കെ വെറും കട്ടപ്പോവുകയാണ്. എന്നെ അച്ഛൻ കളഞ്ഞിട്ട് പോയതാണ്. അമ്മ ഒരുപാട് പാടുപെട്ട് എന്നെ വളർത്തി. ഞാൻ ഒറ്റയ്ക്കായതാണ്. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലതും ആലോചിക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പടങ്ങളൊക്കെ വരച്ച് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം. പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങ് പതിഞ്ഞു കിടക്കും. അതൊക്കെ ഓരോ ഓർമ്മകൾ. കീറിയ ഉടുപ്പും കീറിയ നിക്കറും. വള്ളി നിക്കറേ ഇപ്പോൾ വള്ളി നിക്കറ് കാണാൻ പോലും ഇല്ല. പാടവും പറമ്പും കുളവും കിളികളും കൊക്കും. ഇപ്പോൾ പാടവും ഇല്ല, പറമ്പുമില്ല, ഒന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാൻ പോലും നേരെ സ്ഥലമില്ല. കെട്ടിടങ്ങൾ പൊങ്ങി വരികയല്ലേ. അതുകൊണ്ട് കുട്ടികളെല്ലാം വെറും വെകിളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോവും, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. എന്ത് കാലമോ എന്തോ. പണ്ടൊക്കെ കുട്ടികൾ കരഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ അമ്മമാർ കളിപ്പിച്ചും ചിരിപ്പിച്ചും കഥ പറഞ്ഞു കൊടുത്തുമൊക്കെ അവരെ നല്ല രസിപ്പിച്ച് വരുമായിരുന്നു. ഇന്നൊരു മൊബൈൽ എടുത്തിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ടാബ് എടുത്തിട്ട് കൊടുക്കും, അല്ലെങ്കിൽ TV-യിലെ കാർട്ടൂൺ ഇട്ട് കൊടുക്കും. ഇതൊക്കെ കണ്ട് പിള്ളേരൊക്കെ ഓരോ വട്ടന്മാരായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്.
അവന്മാർ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല, ഒന്നും അറിയണില്ല, ഒന്നുമില്ല. ഏതൊക്കെ കെട്ടിടത്തിൻ്റെ മുകളിൽ അവന്മാർ അവിടെ ഇരിക്കുന്നു, ജീവിക്കുന്നു, AC റൂമിൽ കിടക്കണം. അവന് വിശപ്പില്ല, ദാഹമില്ല, ഒന്നും അറിയണ്ട. അച്ഛനും അമ്മയും പാടുപെട്ട് അവന് വേണ്ടതും വേണ്ടാത്തൊക്കെ ആഹാരങ്ങളും കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ട് നിറച്ചു കൊടുക്കും. അത് തിന്നണം, കുടിക്കണം, കളിക്കണം, ആരോഗ്യമില്ലാതെ വെറും പൊണ്ണ തടിയന്മാരായിട്ട് വളരണം. അത്രയൊക്കെ തന്നെ. അന്നൊക്കെ ഇത് ഗ്രാമചന്തയിൽ ചന്ത കൂടാൻ പോകുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കരുതി ആളുകൾ കൂടുമായിരുന്നു. ഇന്ന് അത്ര ആളുകൾ ആശുപത്രി വരാന്തയിലാണ് ചന്ത പോലെ പോയി കിടക്കണത്. അവിടുന്ന് മരുന്നുകൾ, ചെക്കപ്പുകൾ, 100 കൂട്ടം ചെക്കപ്പ്, എന്തെല്ലാം കുഴപ്പങ്ങൾ. 24 മണിക്കൂറും ഫോണും അതും ഇതുമൊക്കെ കണ്ടും വിളിച്ചും നടന്നും ഒരുത്തിനും ചെവിയും കേട്ടുകൂടാ. ചെവിക്കകത്തെന്തര കുണ്ട്രായങ്ങളൊക്കെ വെച്ച് കെട്ടി ചെവിയും കേട്ടുകൂടാ, കണ്ണും കണ്ടുകൂടാ. കണ്ണാശുപത്രിയുടെ വരാന്തയിൽ കുറേ എണ്ണം പോയി കിടക്കണം. ചിലവന്മാരെ മുടിയുണ്ട ചിരിച്ചു, എന്തെങ്കിലും തൊപ്പിക്കോഴിയെ പോലെ. ചില മുടിയാണെങ്കിൽ ഇങ്ങനെ നീട്ടി എന്തൊക്കെ മെഷീനിൽ കയറ്റി ചൂടാക്കി എന്തൊക്കെ വലിച്ച് നീട്ടി കമ്പി പോലെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കണത്. ഹോ, അതാ തുണി കൊടുക്കണതാ അന്തല ഇന്തല എത്തയില്ല, എന്തെല്ലാം മോഡൽ തുണികൾ. ചിലവന്മാർ കൈ പൊക്കിയാൽ ഇതാ ഇവിടെ എല്ലാം കാണാം. പാൻ്റാണെങ്കിൽ ഒരുമാതിരി ഈ അരിച്ചാക്ക് പോലെ എടുത്ത് കെട്ടി തൂക്കിയിട്ടിരിക്കും. അങ്ങും എത്തൂല, ഇങ്ങും എത്തൂല. ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിലോ എവിടെയെങ്കിലുമൊക്കെ പോയി വാറ്റി തിരിഞ്ഞ് ഇരുന്നിരുന്ന് അവന്മാരെ കണ്ടാൽ തന്നെ ചിരി വരും. ഒരു മൊബൈൽ അങ്ങോട്ട് എടുക്കും, എന്തൊക്കെ കുറേ പടങ്ങൾ പിടിക്കും, എന്തൊക്കെ വേലത്തരങ്ങൾ കാണിക്കണത് ആർക്കറിയാം. ഇന്ന് ഓരോരുത്തരും കുനിഞ്ഞൊന്നും തൂക്കാനും പോലും വയ്യ. അതിനും വേലക്കാരി വേണം. കുനിഞ്ഞ ഒന്ന് തൂത്ത നടുവേദന, കാലുവേദന, മുട്ടുവേദന, മുട്ട് മാറ്റി വയ്ക്കണം, അത് ഇത് എന്തെല്ലാം കുഴപ്പങ്ങളെന്നാ. ഇന്ന് ഓരോരോ പിള്ളേർക്ക് സ്വന്തമായിട്ട് തുണി ഒന്ന് അലക്കി കൊടുക്കാൻ പോലും അറിഞ്ഞൂടാ. എങ്ങനെ ഓരോ പെണ്ണുങ്ങളൊക്കെ ഗർഭിണിയാവണത് മുതൽ അങ്ങോട്ട് വിഷമരുന്നുകളല്ലേ അടിച്ചു വിടണത്. അതെല്ലാം കുട്ടികൾക്കും കിട്ടും. അതുകൊണ്ട് ജനിച്ച് വളർന്ന് വയസ്സായി മരിക്കണത് വരെ വിഷമരുന്ന് അവരുടെ ഉള്ളിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മരിച്ചിനിയും ചേമ്പും ചീനിക്കിഴങ്ങും കാച്ചിലൊക്കെ കഴിച്ച് നല്ല ആരോഗ്യവാന്മാരായ മനുഷ്യരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോഴെല്ലാം രോഗങ്ങളല്ലേ, എല്ലാം മായങ്ങൾ. ആഹാരത്തിൽ മായം, കളറും അതും ഇതൊക്കെ കൂടെ ചേർത്ത് മനുഷ്യൻ കഴിച്ച് ഇല്ലാത്ത രോഗങ്ങളെല്ലാം അവന് പിടിവിടുകയാണ്. ഇന്ന് സമരങ്ങൾ തന്നെ പല മോഡൽ സമരങ്ങളാണ്. നിപ്പ് സമരം, കരച്ചിൽ സമരം, ശവപ്പെട്ടി സമരം, എന്തെല്ലാം സമരങ്ങൾ. ചിലർ മരത്തിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന് തൂങ്ങിച്ചാവുന്നു ബഹളം. അങ്ങനെ തുടങ്ങി അമ്പോ കോലം കത്തിപ്പ്, പട്ടിണി സമരം, എന്തെല്ലാം സമരങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേരെ അടിച്ച് വളച്ചൊക്കെ എടുക്കാൻ പറ്റണവന്മാരെയൊക്കെ നേതാക്കൾ അങ്ങോട്ട് അണച്ചെടുക്കും. അവനെയൊക്കെ മുമ്പിൽ ഇറക്കി വിട്ട് സമരം നടത്തി അവൻ്റെ കൈയും കാലും വെട്ടിയെടുക്കേ അടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതിനൊരു ബക്കറ്റ് വരും. അത് ഇത് അച്ഛനും അമ്മയും പാവപ്പെട്ടവരെ അച്ഛനും അമ്മയ്ക്കാണ് മക്കളില്ലാതെ പോണത്. വലിയവരുടെ മക്കൾ ആര് പോണ സമരത്തിന്? ആരും പോകണില്ല സമരത്തിന്. അവരൊക്കെ അങ്ങ് വിദേശത്ത് നല്ല രീതിയിൽ പഠിക്കുകയും നല്ല ജോലികളൊക്കെ വാങ്ങിക്കുകയും ചെയ്ത് അങ്ങനെ അവരങ്ങ് ജീവിച്ചു പോകണം. പാവങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾദൈവങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ വിശ്വസിപ്പിച്ച് ദിവ്യമോതിരം അണിഞ്ഞ സമ്പത്ത് കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് അതുകൊണ്ടിട്ട് വിൽപ്പന. അതിൽ കൂടെ കുറേ പേര് അങ്ങനെ ജീവിച്ചു പോകണം. എന്തൊന്ന് പറയാൻ. പാവങ്ങളെ പിഴിഞ്ഞ് ആളുകൾ പണക്കാരായി സുഖമായിട്ട് ജീവിക്കണം. അയൽ രാജ്യങ്ങൾ തമ്മിൽ അതിര് തർക്കവും ബഹളവും യുദ്ധക്കോപ്പുകൾ വാങ്ങിച്ചു കൂട്ടക്കവും, പട്ടിണി പാവങ്ങളൊന്നും തിന്നാതെയും കുടിക്കാതെയും ചത്തു വീഴണം. ആ സമയത്താണ് ഇഷ്ടം പോലെ ആയുധങ്ങളും അതും ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടി അങ്ങനെ നടക്കും.
എന്തെല്ലാം മാറ്റങ്ങൾ. ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇന്ന് പഠിച്ചിട്ടേ എവിടെ ജോലി കിട്ടാനാ? ആളും പേരും ഉള്ളവർക്കൊക്കെ ജോലി കിട്ടും, അവർ നല്ല നല്ല നിലകളിലൊക്കെ എത്തും. അല്ലാത്തവർക്ക് ജോലിയില്ല, കൂലിയില്ല. ഞാൻ താണ്ട ഇത് തന്നെ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വിൽക്കാൻ നോക്കിയിട്ട് പോലും ആരും വാങ്ങിക്കണില്ല. ചിലപ്പോൾ നമ്മൾ ചത്ത് മണ്ണടിയുമ്പോഴായിരിക്കും ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപകൾ വെച്ച് ലേലം വിളിച്ച് അതും ഇതൊക്കെ അങ്ങ് പോണത്. നമ്മൾ വാർത്തകളിലും അതിലും ഇതൊക്കെ കണ്ടിട്ടില്ലേ, പത്രങ്ങളിലും ടി വിയിലും ഒക്കെ. ഞാൻ ജീവിച്ച് കിടക്കുമ്പോൾ കഞ്ഞി പിടിച്ച് പോകാൻ എനിക്ക് പറ്റണല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തായാലും എൻ്റെ ഈ കഥകളൊക്കെ കേട്ടിരുന്നതല്ലേ, ഇത് നീ തന്നെ വെച്ചോ, ഞാൻ വേറെ വരയ്ക്കാം. ഇതുവരെ ഒരു പടം പോലും പറ്റില്ല. ഇസ് ലൈഫ് എ വർക്ക് ഓഫ് ആർട്ട്? കാണുന്നതൊക്കെ പകർത്തി വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ നമ്മൾ കാണാത്തൊരിടത്ത് ഒരു ക്യാൻവാസ് ഇല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒഴിച്ചിടാറുള്ള ആ ക്യാൻവാസിൽ നാം എന്തെല്ലാം വരച്ചു കൂട്ടുന്നു. നമുക്ക് മാത്രം അർത്ഥങ്ങളറിയാവുന്നവ. ചിലപ്പോഴവ നമ്മുടെ പ്രതിഷേധങ്ങളാകാം, കാണുന്നവയ്ക്ക് മേൽ പറയാതെ പോയ ശബ്ദങ്ങളെ നിറങ്ങളാക്കിയവ. ഇവിടെയാണ് ഞാൻ പറഞ്ഞു പകുതിയാക്കിയ ആ വരികൾ പൂർണ്ണമാകുന്നതും. ലൈഫ് is a work of art. If you don't like what you see, paint over it. നമ്മളേത് പാർട്ടിയാ? എനിക്ക് പാർട്ടിയില്ല. ഓ, രാഷ്ട്രീയ പാർട്ടികൾ പലതുണ്ടല്ലോ നമ്മുടെ കൊച്ചു നാട്ടിൽ. പക്ഷേ എൻ്റെ പാർട്ടിക്ക് നേരിനറിവുണ്ടായിരുന്നു. പല നാളുകളായി സത്യത്തിൽ നിന്നും പാർട്ടി ഗതിമാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു രീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ നാടിനെ പാർട്ടികൾ പലതും മാറി മാറി ഭരിച്ച് തുലയ്ക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്താണെന്നറിയില്ല, എൻ്റെ അടുത്ത് താനിരുന്നപ്പോൾ ഇതൊക്കെ വെട്ടി തുറന്ന് പറയണം എന്നൊരു തോന്നൽ. കേൾക്കാനുള്ള സമയം ഉണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ സ്വന്തം എന്ന് വിചാരിച്ച എൻ്റെ പാർട്ടിക്ക് എന്നെ ഇപ്പോൾ വേണ്ട. പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന പാർട്ടിയായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ സംരക്ഷണം പോയിട്ടൊരു സമാധാനം പോലുമില്ല. സത്യത്തിൽ നാടിനും നാട്ടുകാർക്കും വേണ്ടി നിൽക്കുന്ന ആരെയും വേണ്ട ഈ പാർട്ടിക്ക്. അതാണ് കുറച്ച് നാളുകളായി എന്നെ അലട്ടുന്നത്. എന്തിന് ഞാൻ ഇതിനെ നെഞ്ചോട് ചേർത്തുവെന്ന് പലപ്പോഴായി ചിന്തിക്കുന്നു. തനിക്കതിൻ്റെ വേദന എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലടോ. എൻ്റെ കരുതലിൽ ഞാൻ മുന്നിട്ടിറങ്ങി നടത്തേണ്ട ഈ പട്ടവള നവീകരണം, അത് ആദ്യമായി എതിർത്തതും എൻ്റെ പാർട്ടി തന്നെയാണ്. എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞുള്ള മൺകട്ട കൊണ്ടുള്ള വീട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരാൾക്ക് കഴിയാവുന്നുള്ള ഷീറ്റിട്ട വീട്ടിൻ്റെ ദൂരം 35 വർഷമാണ്. വൈദ്യുതി, വെള്ളം, ഇവയൊക്കെ തന്നെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നങ്ങളിലൊന്ന്. ഒരു വീടിന് കഷ്ടി ഒരു പൈപ്പ്, അതാണ് മറ്റൊരു വിഷമം.
ഇത്രയും മതിയല്ലോ ഇവിടുത്തെ ചേരിവാസികളുടെ സങ്കടം മനസ്സിലാക്കാൻ. പിന്നെ കാശ് കട്ടുമുടിക്കുന്ന ഒരു എതിർ പാർട്ടിക്കാരൻ കേശവൻ നായർ ഈ ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശെങ്കിലും ചിലവാക്കാൻ പോയപ്പോൾ ഈ ചേരി നവീകരിക്കാൻ കാണിച്ച അയാളുടെ മനസ്സിനെ നമിച്ചു. അയാൾ എതിർകക്ഷിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് എൻ്റെ പാർട്ടി അയാളുടെ വികസനത്തിന് തടയിടുന്നത്. നല്ലതാര് ചെയ്താലും നല്ലത് തന്നെയല്ലേ? അപ്പോൾ എൻ്റെ പാർട്ടിക്കല്ലേ കുഴപ്പം? അയാൾ കള്ളനാണെങ്കിലും ചേരിക്ക് വേണ്ടി നല്ലതല്ലേ ചെയ്തത്? അതുപോലെ ഈ ചേരിയിലെ എല്ലാമായിരുന്ന കൃഷ്ണമാഷ് 100 നാവാണ് എനിക്ക്. വാചാലനാവും ഞാൻ. ഒരു മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. പാർട്ടിക്ക് വേണ്ടി പോലീസിൻ്റെ ബൂട്ടണിഞ്ഞ കാലുകൾ അദ്ദേഹത്തെ വലിയ മോശം അവസ്ഥയിലെത്തിച്ചു. എന്നിട്ടും ഈ ചേരിക്കും എനിക്കും പ്രചോദനമായി മുന്നോട്ട് പോയി അദ്ദേഹം. കൃഷ്ണൻ മാഷ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നു. സഹജീവികളുടെ കണ്ണീര് കാണാതെ വീട്ടിലെ നായയെ ഊട്ടിയിട്ട് എന്ത് കാര്യം? സത്യമല്ലേ അത്? എൻ്റെ വിശപ്പടക്കാനും പഠിത്തത്തിനും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തി വലുതാക്കി എന്നെ ഡിഗ്രി വരെ എത്തിച്ചു. അല്ല, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അതിനു മുമ്പേ അദ്ദേഹം എന്നേക്കുമായി എന്നെയും ചേരിവാസികളെയും വിട്ടുപോയി. ആ വലിയ മനുഷ്യൻ്റെ ഈ മണ്ണിൻ്റെ നവീകരണത്തിനെയാണ് ഈ ജാതി നീച ജന്തുക്കൾ എതിർക്കുന്നത്. അതെങ്ങനെ ഞാൻ സഹിക്കും? ഞാൻ സഹായിച്ച എൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾ പലരും ഞാൻ സ്ഥാനം വേണമെന്ന് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. അവർ പിന്നിൽ നിന്നും ചതിയമ്പുകൾ എഴുതി വിട്ടു. ഞാൻ പറഞ്ഞു സാധ്യമല്ലെന്ന്. എനിക്ക് ശത്രുക്കൾ അവിടെ രൂപം കൊണ്ടു. കോളനിക്കാർക്ക് ഞാനൊരു മെമ്പർ മാത്രമല്ല, ആരെല്ലാമാണ്. എൻ്റെ പാർട്ടിക്ക് അതൊന്നും അറിയണ്ടല്ലോ. വോട്ട് മാത്രം മതി. ഇതാണല്ലോ രാഷ്ട്രീയം. പൊളിറ്റിക്സ്, രാഷ്ട്രീയം, ആ വാക്ക് എന്നായിരുന്നു ഞാൻ ആദ്യമായി കേട്ടത്? അറിയില്ല. പക്ഷേ ഒന്ന് ഓർക്കുന്നു. പിന്നീട് ഒത്തിരി വട്ടം അത് ഞാൻ കേട്ടിരിക്കുന്നു, പലരിൽ നിന്നും പലപ്പോഴും. അർത്ഥം ചികഞ്ഞെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അടുക്കുംതോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയത് മാറുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ശരിയിൽ നിന്ന് തെറ്റിലേക്കുള്ള മാർഗമാണ്, അല്ലെങ്കിൽ അത് വേർതിരിച്ചറിയാനുള്ള വിവേകം. അതായിരുന്നു എൻ്റെ പൊളിറ്റിക്സ്. പക്ഷേ ആരുടെയൊക്കെയോ വാക്കിൻ്റെ വാലിൽ തൂങ്ങി ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും രൂപഭേദപ്പെടുത്തുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ആശയങ്ങളും അവകാശങ്ങളും നയങ്ങളും ആർക്കു വേണ്ടിയെന്നറിയാതെ വച്ച് കീഴടങ്ങുന്നവ. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾ, ജനങ്ങൾക്കു വേണ്ടി, ജനങ്ങളാൽ. അല്ല, ആരൊക്കെയോ എന്തിനൊക്കെയോ ആയി ആർക്കൊക്കെയോ വേണ്ടി. ഈ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു ഉത്തരം തേടിയുള്ള യാത്രയായിരിക്കുമെന്ന്. ഭൂതകാലത്തിൽ ചോര കൊണ്ടെഴുതിയ ചോദ്യത്തിനുള്ള ഉത്തരം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടോ? ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം.
പക്ഷേ നിങ്ങളോട് പറയാത്ത ഒന്നുണ്ടായിരുന്നു എൻ്റെ കഥയിൽ. ആരും ചോദിച്ചുമില്ല എൻ്റെ കയ്യിൽ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ടോ എന്ന്. ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ചോദ്യത്തേക്കാൾ മൂർച്ചയോടെ. ഇവിടെ ഉള്ളതാണോ? ഇവിടെയുള്ള ആളായിരുന്നു. ഈ കാണുന്ന പാടശേരിയൊക്കെ എൻ്റേതായിരുന്നതാ. ചതിച്ചതാ അവൻ, ചതിയൻ. ഒന്നിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ കുറച്ചു കാലം ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? തടവറയിൽ. വിശ്വാസം വരുന്നില്ലല്ലേ? സത്യം പറഞ്ഞാൽ പുറത്ത് ജീവിക്കുന്ന കാട്ടി നല്ലത് ജയിലില്ല. മുട കാണിക്കാതെ പോലീസുകാരന്മാർ പറയുന്നത് കേട്ട് നടന്നാൽ ഒന്നും അറിയണ്ട. സമയത്തിന് ഭക്ഷണം, വസ്ത്രം, ഉറങ്ങാൻ സെല്ല്, ഒന്നിനെപ്പറ്റി ആവലാതിയില്ല. പിന്നെ ജയിലിൽ വന്നാൽ പണക്കാരനുമില്ല പാവപ്പെട്ടവനുമില്ല, ജാതിയുമില്ല മതവുമില്ല, പഠിച്ചവനുമില്ല പഠിക്കാത്തവനുമില്ല, എല്ലാം ഒരുപോലെ. ഞാൻ ഏതൊരു പഠിച്ചു നിനക്കറിയോ? ജയിലിൽ ചെന്നിട്ട് ട്രിപ്പിൾ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ എൻ്റെ പണി അടുക്കളയില്ല.
പാചകക്കാരൻ. പിന്നെ ഇപ്പം എം എൽ എ ആയിരിക്കുന്ന കേശവനാരെ അറിയോ? ഇല്ല, അറിയില്ല. ആ ഞാനും ഒരുമിച്ച് പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ റിമാൻഡിലായപ്പോഴേ ഈ കാണുന്ന വസ്തുക്കളെല്ലാം അവനെ ഏൽപ്പിച്ചു. കോടതി ജീവപര്യന്തം തന്നപ്പോൾ കൈക്കലാക്കി. ഒരിക്കലും പുറലോകം കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചതാ. ഇത്രയും വർഷത്തിന് ശേഷമേ ഇന്നാ പരലോട്ട് ഇന്നാ പുറത്തിറങ്ങി. എനിക്ക് അവനെ പോയൊന്ന് കാണണം. അവൻ്റെ ഒരു വേണ്ട, എല്ലാം അവൻ കൊണ്ടുപോട്ടെ. അതിനെ തിരിച്ചു പിടിക്കാനുള്ള സമയവുമില്ല. എന്നാലും എനിക്ക് അവനെ ഒന്ന് കാണണം. ഇനി എങ്ങോട്ടാ? കയറിക്കിടക്ക സ്ഥലമൊന്നുമില്ല. സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതിലൊരു മോനും. എൻ്റെന്നാ പറയണേ. അവളെ തല്ലിക്കൊന്നേനാ ഞാൻ ഈ ജീവപര്യന്തം അനുഭവിക്കുന്നത്. പുല്ല്. ഒരു മോനുണ്ടെന്ന് പറഞ്ഞില്ലേ? അവനിപ്പോൾ എവിടാണെന്നറിയോ? ആ, എനിക്കറിയില്ല. അപ്പോ അന്വേഷിച്ചില്ലേ? എന്തിന്? എനിക്കേ ഫോട്ടോ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഒരു ക്യാമറ, സീനറ്റിൻ്റെ 122. നീ ഇതിലെൻ്റെ ഒരു ഫോട്ടോ എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മകൻ തിരിച്ചു വന്നാൽ? അങ്ങനെ ആരും വരില്ല.
ഹലോ നികിത. ഹലോ. ആ നികിതയുടെ സ്പെല്ലിംഗ് NIKITA അല്ലേ? അല്ല, നികിത വാര്യർ. NIKITHA. ഓ വാര്യറും ഉണ്ടോ? നികിത വാര്യർ. വാര്യറിന് 2 ആറും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം എയർ ചെയ്തപ്പോഴും NIKITA ആയിരുന്നു. Why do you guys make the same mistake twice? ഇത്ര നാളായിട്ട് എൻ്റെ പേര് അറിയില്ല. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു തെറ്റ് പറ്റിയതാ. അതാ എയർ ചെയ്യുന്നതിനൊന്ന് വിളിച്ച് ശരിയാക്കാൻ. നികിത വാര്യർ. ഓക്കെ ശരിയാക്കാം. ശരി. എടാ മനോജ്, ആ പ്രോഗ്രാം എയർ ചെയ്യുന്നതിന് മുന്നേ ആ നികിതയുടെ സ്പെല്ലിംഗ് NIKITHA എന്നാക്കണേ. ഓരോരുത്തന്മാരൊരു പേരുമായിട്ട് ഇറക്കിക്കോളും. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മരണം അത് എല്ലാത്തിൻ്റെയും അവസാനമല്ലേ? അങ്ങനെയെങ്കിൽ ഈ മരിച്ചവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഒരിടത്തേക്കോ അതോ പലയിടത്തേക്കോ? മനുഷ്യൻ്റെ ഉള്ളിൽ അമർത്യമായ എന്തോ ഒന്നുണ്ടായിരിക്കണം. അതാകാം ശരീരത്തിൻ്റെ മരണശേഷവും നമുക്ക് കാണാനാകാത്ത ഒന്നായി കാഴ്ചകൾക്കും അപ്പുറത്ത് അസ്തിത്വത്തിൽ അത് തുടരുന്നതും. ആത്മാവിന് നാശമില്ല. മരണമെന്ന താൽക്കാലിക അവസ്ഥയെ ഭേദിച്ച് ആത്മാവ് പുനർജനിക്കുന്നു. ചിലപ്പോൾ നമ്മൾ കാണാത്ത ലോകത്ത്, മറ്റു ചിലപ്പോൾ നമ്മൾക്കൊപ്പം, നമ്മുടെ കൂടെ. മരിച്ചവരെ കാണാൻ സാധിക്കുക, അവരോട് മിണ്ടാൻ കഴിയുക, ചുരുക്കം ചിലർക്ക് കിട്ടുന്ന ഒന്ന്. അവർക്ക് പറയാനുള്ളതൊക്കെയും കേൾക്കുക. പറയാൻ ബാക്കി വച്ചതൊക്കെ ആത്മാവ് അവരോട് പറയും, മറ്റാരും കേൾക്കാതെ. ഞാൻ കണ്ടവരൊക്കെയും മരിച്ചവരാണോ? ആയിരിക്കുമോ? ആണെങ്കിൽ അവർക്കറിയില്ലേ അവർ മരിച്ചുവെന്ന്? അവരിപ്പോഴും നമ്മുടെ കൂടെയുണ്ടോ ഈ നിമിഷവും? അവരെയൊക്കെ ഞാൻ കണ്ടുവെങ്കിൽ എന്തേ അമ്മയെ ഞാൻ കണ്ടില്ല? അമ്മയെ മാത്രം. தற்கொலை பண்ண முயற்சி செஞ்ச அந்த அஸ்லமுக்கு இப்போ எப்படி இருக்கு? நல்ல வேலை, அவன் சாவலை. ஆஸ்பத்திரியிலிருந்து முதலாக கண்ணு திறக்கும்போது கூட அவள் பேர் தான் கேட்டான், முட்டாப்பை. நீ ஏன் ஊருக்கு போனேன்னு என்கிட்ட சொல்லவே இல்லை? என்ன விஷயம்?
ചുറ്റും ഒരു പിടി നല്ല ഓർമ്മകളാണ് ജീവിതം തന്നത്, മരണം തന്നത്, അങ്ങനെ ഒരുപാട്. ഈ യാത്ര ഇന്നലെയിൽ നിന്ന് ഇന്നിലൂടെ നാളെയിലേക്കുള്ളതായിരുന്നു. മാറ്റങ്ങൾ ഉണ്ടാക്കിയവ ഒരു പക്ഷേ ഇന്നലെയിലെവിടെയോ നഷ്ടമായ ജീവിതത്തിലേക്ക് മരണത്തിലൂടെയുള്ള ഒരു ചേക്കേറ്, എ കൈൻഡ് ഓഫ് ട്രാൻസിഷൻ.